നമസ്കാരം. പൊളി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഈ വീണ്ടും സ്വാഗതം എന്ന് പറയുന്നത് ഈ എന്തുകൊണ്ടാണെന്ന് വീണ്ടും വീണ്ടും ചില സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെയും എന്നുള്ളതാണ്. ഇപ്പൊ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് ആകെ ഒരു രാജ്യസഭാ സീറ്റാണ് ഉള്ളത്. അതിൽ ഘടകകക്ഷികൾ 3 പേരും അവകാശവാദമായി ഉന്നയിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് CPIക്കാണോ ഇത് അല്ലെങ്കിൽ ജോസ്മോനാണോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി മറ്റൊരാൾ ഉദയം ചെയ്തിട്ടുണ്ട്. അത് ശ്രേംസ് കുമാറാണ്. ഇതൊക്കെ ജോസ്മോൻ കടന്നപ്പള്ളിക്ക് മക്കളില്ലാത്തതുകൊണ്ട് കടന്നപ്പള്ളി ഒരു മകനെ അവതരിപ്പിക്കുന്നില്ല. മക്കളില്ലാന്നല്ല, മക്കൾ രാഷ്ട്രീയത്തിൽ ഇല്ലാത്തതുകൊണ്ട് അതിന് കടന്നപ്പള്ളി വന്നില്ല. പിന്നെ ചോദിക്കായിരുന്നു. പക്ഷെ ഇവര് പറയുന്നത് അതല്ല കേട്ടോ, NCP ചോദിച്ചിട്ടില്ല. പക്ഷെ RJD ഈ രൂപം മാറി എന്റെ ഓർമ്മയിൽ തന്നെ ഇത് രൂപം മാറി വന്ന് അവസാനം ഇപ്പൊ RJDയിൽ വന്ന് നിൽക്കുകയാണ്. ബിജുവിന്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു, അതിനിടയിൽ നിതീഷിന്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ JDS ഉണ്ടായിരുന്നു, അത് പിന്നെ ശരത് യാദവിന്റെ കൂടെ പോയി. ഇങ്ങനെ അവരൊക്കെ BJP അനുകൂല നിലപാട് സ്വീകരിക്കുമ്പോൾ ഇവര് പാർട്ടി മാറിപ്പോയി. ഇപ്പം RJDയിൽ വന്ന് നിൽക്കുക ശ്രേംസ് കുമാർ. വീരേന്ദ്രകുമാറിന്റെ പഴയ പ്രതാപത്തിന്റെ പേരിലാണല്ലോ ശ്രേംസ് കുമാർ ഈ പാർട്ടിയുടെ നേതാവൊക്കെ. ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയിലാണ് അവരിപ്പോ ഉള്ളത്. വീരേന്ദ്രകുമാർ ഏറ്റവും കൂടുതൽ പോരാടിയത് അഴിമതിക്കെതിരായിരുന്നു. അതെ, ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയതിന്റെ പേരിൽ ജയിലിലായ ഒരാളുടെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇങ്ങനെയുള്ള കുറെ അവകാശവാദങ്ങൾ പാർട്ടികള്. അപ്പം LDFല് നമുക്ക് ഓർമ്മയുണ്ട്, ഈ LDF എന്ന് ഇവര് ഈ വീരേന്ദ്രകുമാറിന്റെ പാർട്ടി അന്നേ അതിന്റെ പേരെന്തായിരുന്നു എന്നുള്ളതാണ്, പല പേരായിരുന്നല്ലോ, JDS ആയിരുന്നു. ഈ സമയത്താണ് അവർക്ക് കോഴിക്കോട് സീറ്റ് നിഷേധിക്കുന്നത്. വീരേന്ദ്രകുമാറും പരിവാരങ്ങളും പിന്നീട് നേരെ UDF ക്യാമ്പിലേക്ക് പോകുന്നു. ചവിട്ടി പുറത്താക്കി എന്ന് പറഞ്ഞു. ജനങ്ങൾ ചവിട്ടി പുറത്താക്കി. അതുകൊണ്ട് പിന്നെ അദ്ദേഹം MP ആയില്ല. പിന്നെ അദ്ദേഹത്തിന് UDF എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ രാജ്യസഭാ സീറ്റ് കൊടുത്തു. UDF അങ്ങനെയുള്ള ചില പരിഗണനകൾ കൊടുക്കുമല്ലോ. ഈ സീറ്റാണ് പിന്നീട് അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞപ്പോൾ അച്ഛന്റെ സീറ്റിൽ മകൻ വരികയും മകൻ പകുതി രാജ്യസഭ അംഗമായി ചെയ്തു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം അവകാശവാദമായിട്ട് വന്നിരിക്കുകയാണ്, എൻ്റെ പഴയ സീറ്റ് എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് തന്നെയാണ് മാണിയുടെ മകനും പറയുന്നത്. അപ്പൊ ഈ 2 വലിയ പ്രഗത്ഭരായ 2 നേതാക്കന്മാരുടെ മക്കളും കൂടി ഇപ്പം ഈ രാജ്യസഭാ സീറ്റിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? ഇതൊക്കെ ഒന്നാമത്തെ കാര്യം, ഈ ജനതാദളൊക്കെ ഒരു പാർട്ടിയാണോ? ഈ പറയുന്ന RJD ഒക്കെ എന്തിനാണ് ഇങ്ങനെ ഏതെങ്കിലും നല്ല അത്യാവശ്യം ആളുള്ള പാർട്ടിയിൽ ലയിച്ച് അതങ്ങ് അവസാനിപ്പിക്കാറുള്ള അങ്ങനെ കുറെ ചെറിയ പാർട്ടികൾ കേരളത്തിലുണ്ട്. ഇപ്പൊ LDF തന്നെ നോക്കൂ, ചെറിയ പാർട്ടികളുണ്ട്. അത് ഒരുപാട് സാധനങ്ങളുണ്ടാവും. നമുക്കിവിടെ SRP, NDP, ഇങ്ങനെയുള്ള BSP, ധീവരരുടെ പാർട്ടി, ഇങ്ങനെ എന്തെല്ലാം പാർട്ടികളുണ്ടായിരുന്നു. ഇതൊക്കെ ഇല്ലാതായപ്പോലെ, ഇതൊക്കെ കാലക്രമത്തിൽ ഇങ്ങനെ ഇല്ലാതായി പോകുന്ന പാർട്ടികളാണ് ഇതെല്ലാം. പിന്നെ ചില ആളുകൾക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുനടക്കുന്ന പാർട്ടി എന്നതിന് അർത്ഥമുള്ളൂ. അപ്പൊ ഇനി ഇവർക്കൊക്കെ CPM അല്ലെങ്കിൽ LDF സീറ്റ് കൊടുക്കണം, രാജ്യസഭാ സീറ്റ് കൊടുക്കണം, എന്തെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ? ഒരു തരത്തിലുള്ള അടിസ്ഥാനമില്ലാത്ത ചോദ്യങ്ങളാണ്. ഞാൻ പറഞ്ഞു, എന്തിനാണ് ഇവർക്ക് സീറ്റ് കൊടുക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒന്ന് നോക്കിയ രാഷ്ട്രീയ കഴിഞ്ഞ പിണറായി സർക്കാർ 2 പേരും കൂടെ അവര് തീരുമാനിക്കുകയാണ്, CPM കൂടെ തീരുമാനിച്ചാൽ ഇവർ 2 പേരും ഒന്നിച്ച് ഭരിക്കാനുള്ള സീറ്റുണ്ട്. ഇവരെ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 65 പോലെ എല്ലാവരും ഒറ്റക്കൊറ്റയ്ക്ക് മത്സരിച്ച് ശക്തി തെളിയിച്ചു വരുമ്പോൾ നമുക്ക് മുന്നണിയാകാന്ന് പറഞ്ഞാൽ പ്രശ്നം തരുന്നത്. ഇപ്പൊ ഈ ഒരു കാലത്ത് ജനതാദൾ പാർട്ടികൾക്ക് ജനതാ പാർട്ടി ആയിരിക്കുകയും പിന്നീട് ജനതാദൾ ആയി മാറുകയൊക്കെ ചെയ്യുന്ന സമയത്ത് രാജ്യം ഭരിച്ച പാർട്ടിയാണ്. അപ്പൊ അവർക്ക് അത്യാവശ്യം ഒരു മേൽവിലാസം ഉണ്ടായിരുന്നു, ജനപിന്തുണ ഉണ്ടായിരുന്നു. സോഷ്യലിസ്റ്റുകൾ എന്ന് പറഞ്ഞ് VP സിംഗ് പ്രധാനമന്ത്രിയാകുമ്പോൾ എങ്ങനെയാണ് ഭരിച്ചത്? ഇവരുടെയൊക്കെ അപ്പുറത്ത് CPM, ഇപ്പുറത്ത് BJP ആയിട്ടല്ലേ ഭരിക്കുന്നത്. അത്രയ്ക്കൊക്കെ ഉള്ളൂ ഇത്. അല്ല, പക്ഷെ എങ്കിൽ പോലും അത് അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായ ഒരു സാധനം. അതിനെ ഇവർക്ക് തമ്മിലടി കൊണ്ട് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ പോലെ കേരളത്തിൽ എങ്ങനെയാണോ കേരള കോൺഗ്രസ്, അതുപോലെ ദേശീയ തലത്തിൽ ഞാനാണ് വലിയ ആളെന്ന് തീരുമാനിച്ച് എന്ന് തുടങ്ങിയതാണ്. ചരൺ സിംഗ് മുതൽ ഇങ്ങോട്ട് നമുക്ക് കാണുന്ന ഈ കഥ മുഴുവൻ കാണുന്നുണ്ട്. അല്ലെ, യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ ഇത്രയും ദുർബലമാക്കിയതിൽ ഈ സോഷ്യലിസ്റ്റുകൾക്ക് വലിയ പങ്കുണ്ട്. അതെ, ഇപ്പം എന്തായിരുന്നു BJPയുടെ ഞാനാണ് വലുതെന്ന്, കോൺഗ്രസിനും അതായിരുന്നല്ലോ ഒരു കാലത്ത് സംഭവിച്ചത്. ഞാനാണ് വലുതെന്നും പറഞ്ഞ് ഉണ്ടായ പാർട്ടികളാണല്ലോ ഇപ്പൊ മുഴുവനുള്ളത്. NCP ആയാലും അതെ, മറ്റെല്ലാ ആളുകളും തൃണമൂലായാലും അതെ, എല്ലാം അങ്ങനെയാണല്ലോ ഉണ്ടായിരിക്കുന്നത്.
അപ്പൊ എന്തടിസ്ഥാനത്തിലാണ് ഇവരിത് ചോദിക്കുന്നത്? എന്ത് മാനദണ്ഡമാണ് ഇതിൻ്റെ അകത്ത്? അല്ല, ഈ വർഗീസ് ജോർജ് ഇന്നലെ ഈ പ്രസ്താവനയായിട്ട് വരുമ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യ മുന്നണി അങ്ങാണ്ട് അധികാരത്തിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും RJDക്ക് ഒരു രാജ്യസഭയിൽ ഒരു അംഗം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് ഒരു രാജ്യസഭ അംഗം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ പറ്റും. അല്ല, ഞാൻ പറയുന്നത് ഇനി അങ്ങനെ വേണം. എൻ്റെ ഒരു ആർഗ്യുമെന്റ് ആണ്, അങ്ങനെ വേണമെങ്കിൽ ഈ പാവപ്പെട്ട നല്ല നേതാവായ ഈ വർഗീസ് ജോർജിന് ഈ സീറ്റ് കൊടുക്കുവോ എന്ന ഒരു സീറ്റ് കൊടുക്കുന്നതല്ല. അതെ, വർഗീസ് ജോർജാണ് കുറച്ചും കൂടി ഇതിന്റെ ഒരു ദേശീയ മുഖമായിട്ട് എത്രയോ വർഷമായിട്ട് ഇങ്ങനെ നടക്കുന്ന ആളാണ്. അല്ലാതെ ഇത് ഈ പാർട്ടിയുടെ മുതലാളിക്ക് വേണ്ടിയിട്ട് ഒരു സീറ്റ് ചോദിക്കുക, അതുമായിട്ട് പോവുക, അങ്ങനെ ഒരു രാഷ്ട്രീയം എന്താ രാഷ്ട്രീയം? അങ്ങനെയാണെങ്കിൽ പ്രവർത്തന പാരമ്പര്യം ഇപ്പൊ ഒക്കെ നോക്കി ആ പാർട്ടിയിലുള്ള ആളുകൾക്ക് അത് കൊടുക്കാനുള്ള ഒരു ആർജവം ഇവർ കാണിക്കണം. അതൊട്ടില്ലതാനും ചിലപ്പോൾ വർഗീസ് ജോർജിന് ഒരു സീറ്റ് കൊടുക്കാനാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പം LDF ചിലപ്പോൾ കൊടുത്തെന്ന് വരും. അല്ലാതെ ഇതൊക്കെ എന്ത് അടിസ്ഥാനം? ഒരു അടിസ്ഥാനവും ഇല്ല LDF. ഇപ്പൊ ഈ ചെറിയാൻ ഫിലിപ്പ് വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചു വരാനുള്ള കാരണം എന്താണ്? അദ്ദേഹം കരുതിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് രാജ്യസഭ അംഗം ഇപ്പൊ കിട്ടുന്നു. പക്ഷെ സംഭവിച്ചെന്താണ്? CPM-ന്റെ ഈ ജോൺ ബ്രിട്ടാസ് പോലും രാജ്യസഭാ അംഗമായി പോകുന്ന കണ്ടപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് ഈ കച്ചവടം ഇവിടെ നടക്കില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM ഒരിക്കലും അത് ചെയ്യില്ല. അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടല്ലാത്ത മറ്റൊരു പാർട്ടിക്ക് വേണ്ടിയൊന്നും അവരൊരിക്കലും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ CPI ഇത്തവണ ചെയ്യില്ല. കാരണം അവർ രണ്ടുപേരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അപ്പൊ ഇവർക്കും അറിയാം ഇത് കിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഈ ജനതാദൾ എന്ന് പറയുന്ന രാഷ്ട്രീയം നോക്കണം. ഇപ്പൊ എത്ര ഉണ്ട് കേരളത്തിൽ? ഇപ്പം ജനതാദള് രണ്ട് ജനതാദള് പിന്നെ സിക്കനാണുവിന്റെ പറയപ്പെടുന്നു. ഇതൊക്കെ എത്ര എണ്ണമാണ് നടക്കുന്നത്? അവർക്കാണോ ഈ സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞത്? ചോദിക്കാനെങ്കിലും ഒരു ഇത് വേണ്ട, മര്യാദ വേണ്ട. അതെന്ത് കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചെന്ന് ഇപ്പൊ കൽപ്പറ്റയില് ഈ ശ്രേയംസ് കുമാർ മത്സരിക്കുന്നു. ശ്രേയംസ് കുമാറും അതുപോലെ തന്നെ കൂത്തുപറമ്പിൽ മത്സരിച്ച മുൻ മന്ത്രി കൂടിയായ KP മോഹനൻ പിന്നെ MLA ആവുന്നു. ഇപ്പൊ രണ്ട് MLA-മാരുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കൊരു മന്ത്രിസ്ഥാനം കിട്ടിയാനെ. പക്ഷെ നിർഭാഗ്യവശാൽ പിന്നെ ശ്രേയംസ് കുമാർ കൽപ്പറ്റയിൽ തോറ്റുപോകുന്നു. കൽപ്പറ്റയിൽ തോറ്റില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഈ കേരള മന്ത്രിസഭയിൽ അംഗമായിരിക്കും. അല്ല, അപ്പൊ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഒറ്റ ആളുകളുള്ള ഈ പറയുന്ന കടന്നപ്പള്ളിക്ക് എങ്ങനെ സീറ്റ് കിട്ടും? കടന്നപ്പള്ളിക്ക് ദീർഘകാലമായിട്ട് അവരുടെ കൂടെ ഹാർഡ്കോറെ നിൽക്കുന്നത് ഈ പാർട്ടി ഇടക്കാലത്ത് UDF-ന്റെ ഭാഗമായിരുന്നു. അതെ, UDF മിനിസ്ട്രിയിൽ KP മോഹൻ മന്ത്രിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ശ്രേയംസ് കുമാർ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം മുന്നണിയില് ഒരു മന്ത്രിസ്ഥാനം എടുക്കാൻ ശ്രമിക്കണ്ടേ? ശ്രേയംസ് കുമാർ കാരണം അത് പുള്ളി അല്ലാത്തതുകൊണ്ട് KP മോഹനെ മന്ത്രിയാക്കണോ അദ്ദേഹം പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഒരു വീതം വെപ്പ് അതിനുവേണ്ടി ഒരു വഴക്കുണ്ടാക്കി മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒരു ബന്ധമില്ലാതെ രാജ്യസഭയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു സീറ്റ് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്തിനു കൊടുക്കണം? ഒരു ആവശ്യമില്ലാത്ത സാധനം. പക്ഷെ അവര് ദേശീയ തലത്തിൽ അവര് വലിയ അറിയപ്പെടുന്ന പാർട്ടിയാണ്. ദേശീയ തലത്തിൽ അറിയപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ LDF-ന്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിലുള്ള പരിഗണനകൾ കിട്ടണം. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പാർലമെന്റിൽ നിങ്ങൾ സീറ്റ് തന്നില്ല, ഓക്കെ പോട്ടെ. മന്ത്രിസഭയിൽ നിങ്ങൾ പരിഗണന തന്നില്ല, ഓക്കെ പോട്ടെ. പക്ഷേ രാജ്യസഭയിലേക്ക് ഒരു അംഗത്തെങ്കിലും തരുന്നതിനുണ്ടാകും ഞങ്ങളുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു ആവശ്യമാണ്. ഞങ്ങൾക്കത് യോഗ്യതയുണ്ട് എന്ന് അവർ പറയുന്നത്. യോഗ്യത ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത്. ആദ്യം മുന്നണിയിലെ MLA, മുന്നണിയെ പിന്തുണയ്ക്കുന്ന ഒരു MLA ഉള്ളപ്പോൾ അതുപോലെയുള്ള ഒറ്റയാന്മാർക്ക് മന്ത്രിസഭയിൽ സീറ്റ് ഗണേഷ് മന്ത്രിയാക്കി, കടന്നപ്പള്ളിയെ മന്ത്രിയാക്കി. KP മോഹന് മാത്രം ഞങ്ങൾ കൊടുക്കില്ല എന്ന് തീരുമാനിക്കുമ്പോൾ അതൊന്ന് അജിറ്റേറ്റ് ചെയ്യാൻ ഇവർക്ക് ധൈര്യമുണ്ടോ? അല്ല, ഈ KP മോഹനെ മന്ത്രിയാക്കണം എന്ന് ഇവർ ഒച്ചത്തിൽ പറഞ്ഞില്ല, വളരെ ഒച്ച കുറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ഇവര് ഒരു ആവശ്യം വെച്ചു, നിങ്ങൾ ജനതാദൾ രണ്ടും ഒന്നാവണം എന്നുള്ളത്. ഒരിക്കലും നടക്കാത്ത സംഭവമാണെന്നുള്ളത് അവർക്കറിയാം. അതിങ്ങനെ പണ്ടേ സീതയാജി പറഞ്ഞിട്ടുണ്ട്, അത് മോരും മോതിരയും പോലെ യോജിക്കാതെ കിടക്കുന്നു. അപ്പൊ ഇവരൊരിക്കലും യോജിക്കാൻ ചില ചർച്ചകളൊക്കെ നടത്തി എന്നല്ലാതെ ഒരിക്കലും ചർച്ചയിലേക്ക് പോയില്ല, കൂടുതൽ പിന്നെ രാഷ്ട്രീയ തീരുമാനങ്ങളിലേക്ക് പോയില്ല. പിന്നെയാണ് അവർ പോയിട്ട് ഈ RJD-യിൽ ചേരുന്നത്. അതോടുകൂടി അത് ദേശീയ പാർട്ടിയുടെ ഭാഗമായി മാറി. ഇവിടെ ചേർന്നിരുന്നുവെങ്കിലുള്ള പ്രശ്നം എന്നറിയാമോ? JDS-ൽ അവർ ചേർന്നിരുന്നേക്കാം. JDS-ല്ലേ ഇപ്പൊ പോയിട്ട് ഇവർക്ക് വീണ്ടും BJP-ക്ക് പിന്തുണ കൊടുത്തോടുകൂടി ദേശീയ തലത്തിൽ അവർക്ക് ഇതിന്റെ കൂടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അത് ഈ ഓർമ്മയില്ലേ നമ്മുടെ LDF-ന്റെ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം, നമ്മുടെ പ്രശസ്തമായ സെക്രട്ടേറിയറ്റ് ഉപരോധം ഉദ്ഘാടനം ചെയ്തത് ദേവഗൌഡ നേരെ പോയത് BJP-ക്ക് സപ്പോർട്ട് കൊടുക്കാൻ കർണാടകത്തിലേക്ക് പോയ അങ്ങനെയുള്ള ടീമാണിത്. അതെ, അതുകൊണ്ട് ഇവരെ എപ്പോഴാണ് എങ്ങനെയാണ് എന്ത് തീരുമാനമാണ് രാഷ്ട്രീയ തീരുമാനം എടുക്കുക എന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടും CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. എനിക്കൊന്ന് കൂത്തുപറമ്പ് സീറ്റ് കൊടുത്ത് തന്നെ പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു പരിഗണനയായിട്ടാണ് തോന്നിയത്. കാരണം കൂത്തുപറമ്പിൽ നല്ല രീതിയിൽ ജയിക്കാവുന്ന CPM-നെ ഒറ്റയ്ക്ക് തന്നെ ജയിക്കാവുന്ന ഒരു സ്ഥലം. ആൾബലം കൊണ്ടും ആശയബലം കൊണ്ടും ഒരടിസ്ഥാനമില്ലാത്തൊരു പാർട്ടിക്ക് രാജ്യസഭ പോലേക്ക് ഒരു സീറ്റ് കൊടുക്കാനൊക്കെ ചോദിക്കാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സ്വല്പം. ഇതിന് വർഗീസ് ജോർജ് പറയുന്ന ഒരു സംഭവം എന്ന് എന്താന്ന് പറഞ്ഞാല് കഴിഞ്ഞ തവണ തന്നെ
ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദനുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു എന്നും അദ്ദേഹത്തിന് അത് ആ സമയത്ത് പരിഗണിക്കാം എന്നുള്ളൊരു ഉറപ്പ് തന്നിരുന്നെന്നും ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടക്കുന്ന സംസാരം എന്നാണ് അവർ പറയുന്നത്. എനിക്ക് അതിൽ യോജിപ്പുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നത് വർഗീസ് ജോർജിന് ഈ സീറ്റ് കൊടുക്കുമെങ്കിൽ അതാകാം. അല്ല, അത് പാർട്ടിക്കാണ്. ഞാൻ പറഞ്ഞില്ല ഇവർ കൊടുക്കും, പാർട്ടിക്കാണ് ചോദിക്കുന്നത്. അതിപ്പോ അവര് പാർട്ടിയെ ചേർന്ന് തീരുമാനിക്കും. ഇപ്പം കേരള കോൺഗ്രസ് എമ്മിനാ അവര് രാജ്യസഭ സീറ്റ് വയ്ക്കുന്നത്, അല്ലാണ്ട് ജോസ്മോന് വേണ്ടിയിട്ട് സീറ്റ് വയ്ക്കുന്നു പറഞ്ഞിട്ടില്ല. ജോസ്മോൻ അവരുടെ പ്രതികരിച്ചില്ല, ശ്രദ്ധിച്ചോന്നറിയില്ല. എനിക്ക് തോന്നുന്നു അവസാനം എന്ത് സംഭവിക്കും അറിയാം. ഇല്ല, പിന്നെ മിക്കവാറും CPI-യുടെ സീറ്റ് പോകും. അതാ പറഞ്ഞു, 2 CPM എടുക്കുക എന്നുള്ളതാണ് സംശയം. CPM 2 സീറ്റ് ഇത്തവണ ദേശീയ തലത്തിൽ ഞങ്ങൾക്ക് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ അറിയാം. നമുക്ക് ഇപ്പം ജൂൺ 4-ാം തീയതി കഴിഞ്ഞാൽ അറിയാമല്ലോ എന്താണ് ഇവരുടെ അവസ്ഥ എന്നുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ 2 സീറ്റ് എടുക്കുകയാണ്. വേറെ ഒന്നും സംഭവിക്കാം. CPM-ന് അറിയാം CPI-ക്കാർ ഇനി ഒരിടത്തും പോകാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തവണ നിങ്ങളങ്ങ് ഒഴിവാക്കാണ്, ഞങ്ങൾ ജോസ് കെ മാണിക്ക് കൊടുക്കുകയാണ്. ജനതാളിന് അങ്ങനെ ഒരു സംഭവമേ പ്രതീക്ഷിക്കണ്ട, ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? അല്ല, അങ്ങനെ ചെയ്താൽ സംഭവിക്കുന്നത് മുന്നണിയിൽ അത്യാവശ്യം നല്ല MLA-മാരുള്ള പാർട്ടിയാണ്. ഇപ്പൊ ഈ MLA-മാരുടെ എണ്ണമൊക്കെ വെച്ചിട്ടാണ് രാജ്യസഭയിലേക്ക് ആളുകൾ വരുന്നത്. അപ്പം ഈ 2 സീറ്റിൽ ജയിപ്പിച്ചു വിടാനുള്ള ഫസ്റ്റ് വോട്ടുകൾ ഭിന്നിച്ചു പോയി കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിലൊക്കെ സംഭവിച്ചതുപോലെ സ്ഥാനാർത്ഥിയൊക്കെ തോറ്റുപോയി. CPI-ക്കാർ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളതല്ല, പക്ഷെ CPI-ക്ക് കൊടുക്കില്ല എന്ന് പറയും. പകരം യാതൊരു തരത്തിലും രാഷ്ട്രീയ പ്രാധാന്യം ഇല്ലാത്ത മറ്റ് പാർട്ടികൾക്ക്, അത് ഈ കേരള കോൺഗ്രസ് എം ആയാലും ശരി, നമ്മുടെ ഈ RJD ആയാലും ശരി, അവർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അതിനൊരു രാഷ്ട്രീയപരമായി ഇപ്പൊ ഇതുവരെ ഇല്ലാത്ത സംഭവമല്ലല്ലോ. ഇപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് നിങ്ങൾക്ക് തരില്ല. ഇടതുപക്ഷ പാർട്ടിയും ഇടതു പാർട്ടിയും രണ്ടാണല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അംഗമായി എന്നുള്ളതുകൊണ്ട് ഒരിക്കലും കേരള കോൺഗ്രസ് ഇടതു പാർട്ടി ആവില്ലല്ലോ. ഇവര് ഇടത് പാർട്ടി എന്ന് പറയാൻ പറ്റില്ല. വിപ്ലവകാരികളിലാണ് ഇതെല്ലാം. അല്ല, വിപ്ലവ പണ്ടായിരുന്നു ആ വിപ്ലവകാരൊക്കെ. ഇപ്പം ഈ വീരേന്ദ്രകുമാറിനൊക്കെ കാലത്തൊക്കെ വിപ്ലവകാരികൾ എന്നൊക്കെ പറയുന്ന കേൾക്കാറുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പൊ ഒരു വിപ്ലവവും ഇല്ല, ആവേശമില്ല. സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ ആളാണ്. ഇതെന്ത് ജെപിയുടെ പാരമ്പര്യമാണ്. ഇതെല്ലാം മറന്നിട്ട് ഇങ്ങനെ കൊച്ചാക്കി കളയല്ല. ഇത് അങ്ങനെയൊക്കെ പറയാം, നമുക്ക് അത്രയേ ഉള്ളൂ. ഇത് സാങ്കേതികമായിട്ട് പറയല്ലേ. ഇപ്പം നമ്മളിപ്പോ കാവേരി ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഇവിടെ ഹൈക്കോടതി എടുക്കിയ കാവേരി ഹോട്ടലുണ്ട്, ഭയങ്കര തിരക്കുള്ള കാവേരി ഹോട്ടലാണ്. ഈ കാവേരി നദിയൊക്കെ ആയിട്ട് അതിന് ബന്ധമുണ്ടോ? ഒരു പേരിട്ട് വേറെ സോഷ്യലിസ്റ്റ് ആശയം എന്നൊക്കെ പണ്ടാരോ ജയപ്രകാശ് നാരായണനും ഒക്കെ പറഞ്ഞു എന്നല്ലാതെ ഇപ്പൊ ഉള്ള നേതാക്കന്മാർക്ക് യഥാർത്ഥത്തിൽ ആർക്കാണ് സോഷ്യലിസ്റ്റ് ആശയത്തിൽ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ദേവേഗൌഡക്ക് എങ്ങനെയാണ് BJP-യുടെ കൂടെ പോകാൻ പറ്റുക? സോഷ്യലിസ്റ്റ് ആശയക്കാരന് ഒരു വർഗീയ പാർട്ടിയുടെ കൂടെ പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇതിലൊന്നും യാതൊരു സംഭവം. നിതീഷ് കുമാർ എങ്ങനെയാണ് കൂടെ നിൽക്കുന്നത്? അങ്ങനെ സോഷ്യലിസ്റ്റുകാരനാണ് എല്ലാ കാലത്തും BJP വളർത്തിക്കൊണ്ട് വന്നില്ല. വർഗീയ പാർട്ടിയുടെ കൂടെ ചേർന്ന് വർഗീയത ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇല്ലാതാക്കാൻ അതാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ മക്കൾ എല്ലാ മക്കളും ചേർന്ന് ഇറങ്ങി പുറപ്പെട്ട് നമുക്ക് ആ സീറ്റ് നമുക്ക് വേണം, ഈ സീറ്റ് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കുട്ടികളെ കൊണ്ട് പുറത്തു പോകുന്ന സമയത്ത് കുട്ടികൾ പറയും എനിക്കത് വേണം, എനിക്കിത് കാണും, കാണുന്നതെല്ലാം വേണമെന്ന് പറയും. എന്നാൽ നമ്മളിതൊന്നും പരിഗണിക്കാറില്ല. അപ്പൊ നമ്മൾ ഇവർ ചോദിക്കില്ല എന്ന്. നമ്മൾ വീണ്ടും കുട്ടികളെ കൊണ്ടുപോകും, പിന്നെയും കുട്ടികൾ ചോദിക്കും അത് വേണം ഇത് വേണം എന്ന് പറയും. അത്രമാത്രം ഇതിനെ കാണുന്നത്. ഇങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഇപ്പൊ ഒരുപാട് മക്കളുണ്ട്. അപ്പൊ മക്കൾ ഒരു രാഷ്ട്രീയം തുടങ്ങാവുന്നതാണ്. മക്കൾ രാഷ്ട്രീയം. മക്കൾ ജയ ജയ എന്ന് പാടാൻ ഒരുപാട് പേരുള്ളതുകൊണ്ട് മിക്കവാറും അങ്ങനെയൊക്കെ സംഭവിച്ചുകൂടായിക്കൊന്നുമില്ല. അതുകൊണ്ട് ജനതാളിന് എന്തായാലും ഈ സീറ്റ് കിട്ടാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ജനതാൾ കിട്ടില്ലെന്നൊക്കെ അറിയാം. പക്ഷെ എന്നാലും ചോദിക്കേണ്ടത് ഞങ്ങളുടെ കടമ, തരാതിരിക്കേണ്ടത് നിങ്ങളുടെ കടമ എന്ന് പറയുന്നത് പോലെ ഉള്ളൂ.